ഹായ്, മഹാരാജ റിട്ടേൺ ഡയറക്റ്റഡ് ബൈ നിതിലൻ സ്വാമിനാഥൻ. ഒരു കിടിലമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ സിനിമ. നോൺ ലീനിയറായി പറഞ്ഞു പോയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റി. അത്യാവശ്യം വയലൻസും കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമയാണിത്. വിജയ് സേതുപതിയെ പോലെ തന്നെ നമ്മുടെ ഡയറക്ടർ അനുരാഗ് കശ്യപും നല്ല വൃത്തിയായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളും അവരുടെ റോൾ നല്ല കിടിലമായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ച പോലീസുകാരൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. ഈ സിനിമയുടെ ഒരു വലിയ ഭാഗം ഒരു കുറേ സമയം ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ഒരുപാട് സമയം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഈ സിനിമയുള്ളത്. പക്ഷേ ഒരു തരി പോലും ബോറടിപ്പിക്കാതെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിജയ് സേതുപതിയുടെ ഒരു ചെറുപ്പകാലഘട്ടം അതൊക്കെയാണ് കാണിക്കുന്നത്. ചെറുപ്പകാലഘട്ടം മീൻസ് കുറച്ചുകൂടി യങ്ങർ ആയിട്ടുള്ള വിജയ് സേതുപതിയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ, രണ്ട് ക്യാരക്ടറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിഗർ വൈസ് ആണെങ്കിലും അഭിനയത്തിലാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും അല്ലെങ്കിൽ ആ ഏജ് തോന്നിപ്പിക്കുന്ന രീതിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായി തന്നെ ഡയറക്ടർ പണിയെടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മറ്റത് വളരെ യങ് ആയിട്ടുള്ള വിജയ് സേതുപതി, മറ്റേ ആൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഈ സേതുപതിയുടെ ക്യാരക്ടർ. ഇയാളുടെ ക്യാരക്ടറിൻ്റെ പേരാണ് മഹാരാജ എന്നുള്ളത്. ഇയാളൊരു ബാർബറാണ്, സലൂണിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ കഥാപാത്രങ്ങളെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവരുടെ സിറ്റുവേഷനും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കണക്ഷൻ കിട്ടില്ല, ഇതും അതും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു ഇൻ്റർവെല്ലിനോട് അടുക്കുന്ന സമയത്താണ് ഇതിങ്ങനെ നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞു പോകുന്ന സംഭവമാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഒരു എപ്പിസോഡ് വൈസ് ആയിട്ടാണ് ഇത് പോകുന്നത്. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും, അടുത്ത ആളെ പിടിക്കും അങ്ങനെ വരും. പക്ഷേ ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ധാരണ വരും. സിനിമയിലെ വയലൻസ് രംഗങ്ങളൊക്കെ ഗംഭീരമാണ് കേട്ടോ. അതായത് ഈ അടി ഇടി വെട്ട് കുത്ത് അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സിനിമ ആ ഒരു പോർഷൻ വല്ലാണ്ട് ഇഷ്ടപ്പെടും. പക്ഷേ ചില ഭാഗത്തൊക്കെ വൻ വയലൻസ് ആണ്. എനിക്ക് ബേസിക്കലി വയലൻസ് അടിയിടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെടിവെപ്പും ബോംബേറും ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ വെട്ടും കുത്തും കലാപരിപാടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ മഹാരാജ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള പവർ കാണിക്കുന്ന ഒരു സീനുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു സീനുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലൊരു സീനുണ്ട്. അത് രണ്ടും കിടിലായിരുന്നു കേട്ടോ. അതായത് ഇത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യും. ഇയാളെ സ്ക്രീനിൽ കാണുന്നത് ഇത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യങ്ങർ ആയിട്ടുള്ള ഈ മഹാരാജയുടെ കഥാപാത്രം വളരെ സൈലൻ്റ് ആയിട്ടുള്ള പാവം പിടിച്ച ഒരു ക്യാരക്ടറാണ്. അത് നല്ല നൈസായിട്ട് വിജയ് സേതുപതി ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ആൾ കുറച്ചുകൂടി റോ ആണ്. പക്ഷേ കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. ഇയാളുടെ ആക്ഷൻസ് ചില സമയത്ത് വരുന്ന ആക്ഷൻസിൽ നമുക്കത് സ്ക്രീനിൽ ശരിക്കും ഇത് ഫീൽ ചെയ്യും. ഒരുപാട് നാൾക്ക് ശേഷമാണ് വിജയ് സേതുപതി ഇത്ര ഒരു കിടിലമായിട്ട് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് സിനിമകളിലൊക്കെ എനിക്ക് അത്രയും അങ്ങനെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സിനിമയോ റോളോ ഒന്നും ആയിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെത്. പക്ഷേ ഈ സിനിമ കിടിലമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റോൾ ചെയ്തത് ഈ സിനിമയിൽ പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടില്ല ഒരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, നടരാജൻ സുബ്രഹ്മണ്യം, അങ്ങനെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ പോലീസ് റോൾ ഗംഭീരമായിരുന്നു കേട്ടോ. അദ്ദേഹം വേറെയും ചില തമിഴ് സിനിമകളിലൊക്കെ പോലീസുകാരനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയവും ഉണ്ട്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫറുമാണ്. ഈ സിനിമയിലെ പോലീസ് റോൾ അദ്ദേഹം നല്ല കിടിലായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരുൾദാസ് എന്നൊക്കെ പറയുന്ന ആക്ടേഴ്സ് ഉണ്ടല്ലോ തമിഴിൽ, അദ്ദേഹത്തിൻ്റെ പോലീസ് റോളും കിടിലായിരുന്നു. പോലീസുകാരുടെ ഒരു വലിയ പട തന്നെ ഉണ്ട് കേട്ടോ. അത് നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ സീനൊക്കെ അതിഗംഭീരമായിരുന്നു. സിനിമയിലെ കള്ളന്മാർ വില്ലന്മാരൊക്കെ അത്യാവശ്യം നല്ല നൈസായിരുന്നു. അതുപോലെ തന്നെ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, മ്യൂസിക്കിനൊന്നും അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല മീൻസ് നമ്മൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, അതായത് സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമയിൽ തന്നെ ആയി പോകും. നമ്മൾ മ്യൂസിക്കിനൊന്നും അധികം മൈൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. അതായത് നമുക്കറിയാലോ ഈ സ്ക്രിപ്റ്റ് എവിടെയെങ്കിലും വെച്ച് വീക്കാകുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം നോക്കുക. അതായത് കളർ ഗ്രേഡിങ് മര്യാദയ്ക്ക് ഉണ്ടോ, അല്ലെങ്കിൽ മ്യൂസിക് നല്ലതാണോ, നമുക്കങ്ങനെ ചിന്തിക്കാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടില്ല. നമ്മൾ ഫുൾ സിനിമയിൽ തന്നെ ആയി പോകും. സ്ക്രിപ്റ്റാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ലീനിയറായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു പോയിരുന്നെങ്കിൽ ഈ സിനിമയിലെ ഈ ട്വിസ്റ്റൊക്കെ നമുക്ക് ഒരു നോർമൽ ട്വിസ്റ്റായിട്ട് ഫീൽ ചെയ്യൂ. പക്ഷേ നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഈ ട്വിസ്റ്റും കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പോൾ ഡെനീസ് വില്ലിന്യൂവിൻ്റെ ഇൻസെൻറ്റീസ് എന്നെല്ലാം പറയുന്ന സിനിമയില്ലേ, നോൺ ലീനിയർ ആണ്. അതിൻ്റെ ഇടയിൽ ഈ ട്വിസ്റ്റും കയറി വരുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ഹൈ ആയി പോകും. സിനിമ തീർന്നപ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ കൈയടിച്ചു പോകും. അതിലൊരു ക്ലൈമാക്സ് ആണ്. അതിന് തൊട്ട് മുമ്പായിട്ട് ചടപടേ ട്വിസ്റ്റുകളുടെ ഒരു വരവൊക്കെ ഉണ്ട്. സോ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ അനുരാഗ് കശ്യപിൻ്റെ റോള് എനിക്ക് തോന്നി ലിയോ എന്ന് പറയുന്ന സിനിമയിലൊക്കെ വന്നിട്ട് വെറുതെ ഒരു സീനിൽ ഇങ്ങനെ വെടികൊണ്ട് ചാവുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അഭിനയിച്ച് തകർക്കുക. അതാണ് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല റോളായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ച ഓരോ ചെറിയ കഥാപാത്രങ്ങളും, പ്രത്യേകിച്ച് ഇയാളുടെ ഈ അനുരാഗ് കശ്യപ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് വില്ലന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല വൃത്തിയായി തന്നെ അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സിനിമയാണ് കേട്ടോ മഹാരാജ. ശരിക്കും ഈ സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു OTT റിലീസിന് ശേഷം എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ വീണ്ടും സംസാരിച്ച് വലിയ ഉപന്യാസമൊക്കെ എഴുതാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട, ധൈര്യമായിട്ട് തിയേറ്ററിൽ പോവുക. ഗംഭീര പടമാണ് കേട്ടോ മഹാരാജ, സൂപ്പർ.
സ്ക്രിപ്റ്റാണ് പടത്തിലെ ഹീറോ എന്ന് പറയുന്നത്. നോൺ ലീനിയറായിട്ട് ഒരു ക്രൈം ഡ്രാമ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഈ ഫിലിം ആസ്പിരൻ്റ് ആയിട്ടുള്ള സിനിമാ പ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു കിടിലം പടമാണ് സൂപ്പർ മൂവി മഹാരാജ.